ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കണോ? ആൻസർ ഷീറ്റൊക്കെ കിട്ടിയാ? നല്ല മാർക്കില്ല എല്ലാവർക്കും? ഉണ്ടല്ലേ? എല്ലാവരും നല്ലപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്, നല്ല കുട്ടികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മേമ ഏതാ പഠിപ്പിച്ചു കഴിഞ്ഞത്? ഏത് അക്ഷരമാണോ എന്ന് പറഞ്ഞേ, ഓർത്ത് പറഞ്ഞേ. ഏതാണ്? പ അല്ലേ? പ വെച്ചുള്ള ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? കപ്പ പഠിച്ചു, കപ്പൽ, പിന്നെ പപ്പടം, ഉപ്പൻ. ഈ പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു അക്ഷരമാണ് ബ. ബ വെച്ചിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? തുമ്പി. തുമ്പി കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെടിയുമിലൊക്കെ പൂവിൽ തേൻ കുടിക്കാനായിട്ട് തുമ്പി വന്നിരിക്കുന്നത്. നിങ്ങൾ അടുത്ത് ചെന്നിട്ട് തുമ്പീനെ ഇങ്ങനെ പിടിക്കും, അപ്പോഴേക്കും തുമ്പി പറന്നു പോവും. തുമ്പിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പൊ തുമ്പി എന്നുള്ള വാക്ക് വരുമ്പോൾ അത് ഏത് അക്ഷരമാണ് എഴുതേണ്ടത്? ബ എന്നുള്ള അക്ഷരമാണ് നമ്മളവിടെ എഴുതേണ്ടത്. തുമ്പി. കമ്പ്, പമ്പരം. പമ്പരം എടുത്തിരിക്കുന്ന സാധനമില്ലേ? പമ്പരം. അമ്പിളി. അമ്പിളി അമ്മാവൻ, ആകാശത്ത് അമ്പിളി മാമൻ എന്ന് പറയില്ലേ? അപ്പൊ ഏതക്ഷരാണ്? ബ എന്നുള്ള അക്ഷരം. അപ്പൊ ഏതൊക്കെ വാക്കും ഞാൻ പറഞ്ഞു? തുമ്പി. തുമ്പ. തുമ്പ ഏതാണ്? തുമ്പപ്പൂവ്. ഓണത്തിന് പൂടും ഒരു വെളുത്ത നിറത്തിൽ വണ്ണം കൊണ്ടൊരു പൂവില്ലേ? തുമ്പപ്പൂവ്. പൂക്കളത്തിന് ഏറ്റവും പ്രസിദ്ധമായ പൂവാണ് തുമ്പപ്പൂവ്. അപ്പൊ ഏതൊക്കെ വാക്കും ഞാൻ പറഞ്ഞു? തുമ്പി, തുമ്പ, പിന്നെയോ പമ്പരം, അമ്പിളി. ഇതിലൊക്കെ ഏതക്ഷരമുണ്ട്? ബ എന്നുള്ള അക്ഷരം ഉണ്ട്. നമുക്ക് ആ വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത പേജ് നമ്പർ 50, പാഠം 23. പാഠം 23-ലെ പ എന്നുള്ള അക്ഷരം നിങ്ങൾ, ഫ എന്നുള്ള അക്ഷരം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ബ. ബ എന്നുള്ള അക്ഷരമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഒപ്പം വായിക്കണം കേട്ടോ. തുമ്പി, തുമ്പ, പമ്പ, പമ്പരം, ചെമ്പരത്തി. 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 ചെമ്പരത്തി പൂവ് ചുവന്ന നിറത്തിൽ പല നിറത്തിലുണ്ട്. ചെമ്പരത്തി പൂവ് മഞ്ഞ, ഓറഞ്ച്, റോസ്, ചുവപ്പ്, പല നിറത്തിൽ ചെമ്പരത്തി പൂവുണ്ട്. അമ്പിളി. അമ്പിളി ആകാശത്ത് നമ്മൾ കാണിക്കാറുണ്ടല്ലേ? ചന്ദ്രന് പറയുന്ന മറ്റൊരു പേരാണ് അമ്പിളി. അമ്പലത്തിൽ പമ്പമേളം. നമ്മൾ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെയുള്ള മേളമാണ് പമ്പമേളം. പമ്പരം കറങ്ങി. പമ്പരം നമ്മളിങ്ങനെ കറക്കോ, ഇങ്ങനെ റൗണ്ട് റൗണ്ട് കറങ്ങില്ലേ? പമ്പരം കറങ്ങി. ചെമ്പകം പൂത്തു. പാട്ടുപാടാൻ കമ്പം. കമ്പം എന്ന് പറഞ്ഞാല് ഇഷ്ടം എന്നർത്ഥം. പാട്ടുപാടാൻ കമ്പം. പാട്ട് കേൾക്കാൻ ഇമ്പം. പാട്ട് കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. പാട്ട് പാടാനും ഇഷ്ടമാണ്, കേൾക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഏതൊക്കെ നമ്മൾ വാക്ക് പഠിച്ചു? ബ വെച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി മാം ബോർഡിലും ബ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. ഏതക്ഷരമാണ് ബ? ബ എഴുതുന്നത് ഞാൻ പോലെ എഴുതും, എന്നിട്ട് വരയ്ക്കുക, മുകളിലോട്ട് കൊടുക്കും. ഈ അക്ഷരമാണ് ബ. ബ എന്ന അക്ഷരം ഒന്നുകൂടി എഴുതാം. ഞാൻ പോലെ എഴുതി നമ്മൾ ബ പോലെ വരയ്ക്കില്ല, കുറച്ച് വരണം കേട്ടോ. എന്നിട്ട് മുകളിലേക്ക്. ഈ അക്ഷരമാണ് ബ. ബ വരുന്ന വാക്കുകൾ നോക്കാലോ. ആദ്യത്തെ വാക്കൊന്ന് വായിച്ചേ. ഞാൻ വായിച്ചു തന്നു, അന്നേരം വായിച്ചു തരും. തുമ്പി. 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 ഈ വാക്കോ? തുമ്പ. തുമ്പ. പമ്പ. പമ്പ. ഒരു പുണ്യ നദിയാണ് പമ്പ നദി. അമ്പിളി. അമ്പിളി എന്ന് പറഞ്ഞാല് ചന്ദ്രൻ, ആകാശത്തൊക്കെ കാണില്ലേ അമ്പിളി മാമന്? അമ്പിളി. ഇതാണ് പദങ്ങൾ. ഇനി നമുക്ക് ഈ പദങ്ങൾ വെച്ചിട്ടൊന്ന് പൂരിപ്പിച്ചു നോക്കാം. പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനായിട്ടുണ്ട്. പൂരിപ്പിക്കയില് പ്രേരണ ഫസ്റ്റ് വായിക്കാം. ഒടിച്ചു. ഓടിച്ചു. ഒടിഞ്ഞു. ഒടിച്ചു, ഓടിച്ചു, ഒടിഞ്ഞു. നമ്മുടെ ആദ്യത്തെ സെന്റൻസ് എന്താണ്? തമ്പുരാൻ കമ്പ് ഡാഷ്. തമ്പുരാൻ കമ്പ് എന്താ വരിക? ഒടിച്ചു. ഓടിച്ചു. അടുത്ത വാക്കോ? പാമ്പിനെ കമ്പെടുത്ത് ഏതാ വരിക? ഓടിച്ചു. 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 അടുത്ത സെന്റൻസോ?
അപ്പൊ 3 സെന്റൻസ് നമ്മൾ എഴുതി. ഏതൊക്കെയാണ്? തമ്പുരാൻ കമ്പ് ഒടിച്ചു, പാമ്പിനെ കമ്പെടുത്ത് ഓടിച്ചു, വാഴയുടെ കൂമ്പ് ഒടിഞ്ഞു. അപ്പൊ നമ്മൾ പൂരിപ്പിക്കാനും പഠിച്ചു. ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? മ്പ. ഈ അക്ഷരം നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നോട്ട്ബുക്ക് വൃത്തിയായി എഴുതണം. 2 ലൈൻ കോപ്പി എഴുതണം. എഴുതുമ്പോൾ നിങ്ങൾ 2 ലൈനിലും മുട്ടിച്ച് എഴുതണം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.